ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടുന്ന നല്ല നാച്ചുറലായിട്ടുള്ള ഒരു ആയുർവേദ സസ്യമാണ് ചെറുല. ചെറുല അറിയില്ലാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മിസ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. നമ്മൾ ഇന്ന് ഈ ചെറുല കൊണ്ട് എങ്ങനെ കഞ്ഞി ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചെറുലയിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ ചെറുല പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾക്കാണ്. ചെറുലയുടെ സമൂല കഷായം 30 മില്ലി ദിവസം 2 നേരം സേവിക്കുകയാണെങ്കിൽ എല്ലാ മൂത്രാശയ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും എന്നാണ് വിശ്വാസം. അതുപോലെ ചെറുല, പൊൻകരണ്ടി വേർ, തേറ്റാമ്പരം, മഞ്ഞൾ, അമർത്ത് ഇവ ഒരേ അളവിൽ എടുത്ത് കഷായം വെച്ച് 1 ഔൺസ് വീതം 3 നേരം പതിവായി സേവിച്ചാൽ നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ശമനം ലഭിക്കും. അതുപോലെ ചെറുല വേര്, തഴുതാമവേര്, ഞെരിഞ്ഞിൽ, തേട്ടാമ്പരൻ, കല്ലൂർ വഞ്ചി, വായിൽ ചൊല്ലി, സമൂലം ഇവ 15 ഗ്രാം വീതം എടുത്ത് 900 മില്ലി വെള്ളത്തിൽ വെന്ത് 90 മില്ലി ആക്കി 30 മില്ലി വീതം ദിവസം 3 നേരം വീതം സേവിച്ചാൽ എല്ലാവിധ മൂത്രാശയ രോഗങ്ങൾക്കും മൂത്ര തടസ്സങ്ങളും ശമിക്കും. ഇനി നിങ്ങൾ ഒന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും ഇത് എങ്ങനെ കഞ്ഞി ഉണ്ടാക്കാമെന്ന്. പച്ച കഞ്ഞിക്ക് വേണ്ടി ഞാൻ 2-3 കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ്. ഇതൊരു ഓപ്ഷനലാണ്. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ 2-3 കറിവേപ്പില ഇടാം. ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയും എടുത്തത്. എനിക്ക് സാധാരണ ഇഷ്ടം തവിട് കളയാത്ത ഞവര അരിയാണ്. കാരണം അത് ഒരുപാട് ആരോഗ്യമുള്ളതുകൊണ്ടാണ് ഞവര അരി 1 കപ്പ് എടുത്തത്. ഞാൻ 1 കപ്പ് മാത്രം എടുത്തത്. നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് ആവശ്യത്തോളം എടുത്താൽ മതി. പിന്നെ ഞാൻ ചോറുണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് അരി കഴുകി ഇതിലിടാം. ആവശ്യത്തിന് വെള്ളം ഇട്ട് നമ്മൾ ചോറൊന്ന് ആദ്യം റെഡിയാക്കാം. നമ്മൾ ഇനി ചോറ് റെഡിയാക്കുന്നവരെ ചെറുല ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ആയുർവേദ ചെടികളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ വേറെ ഒരു ഗുണവും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചെറുല, മൂക്കുറ്റി, അതുപോലെ വള്ളി ഒളിഞ്ഞ, പിന്നെ നിലപ്പന്, പിന്നെ മിലിക്കഴക, കയ്യോണ്ണി, മുയൽ ചെവിയൻ, വിഷ്ണുക്രാന്തി, തിരുതാലി, പിന്നെന്താ പൂവാങ്കുടുന്തൻ ഇവ ഒരേ അളവിൽ ഇടിച്ച് പിരിഞ്ഞ നീരിൽ ദശപുഷ്പം കൽക്കണ അരച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കാച്ചി തേച്ചാൽ നമ്മുടെ മുടി സമൃദ്ധമായി വളരും. അതുപോലെ തലവേദന ശമിക്കും. പിന്നെ ശിരോരോഗങ്ങൾക്ക് ശമനം ലഭിക്കും. പിന്നെ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിയും വർദ്ധിക്കും. ഇനി നമ്മൾ ഇത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ പീരി എടുത്ത് കുറച്ച് തേങ്ങ ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ കഴുകിയെടുത്ത് ചെറുലയും കുറച്ച് വെള്ളവും ഇട്ട് വീണ്ടും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാം.
നന്നായിട്ട് ഒരു 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 8 മിനിറ്റ് 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ വെള്ളം മാത്രം അരിപ്പ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് വെന്തിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ കഞ്ഞി റെഡിയാണ്. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്ക്. ശരീരം നല്ല തണുപ്പാവും, നല്ല ആരോഗ്യവും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ട് നോക്കിയ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.